ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞൊരു 2 ആഴ്ചയോളമായിട്ട് ഞാൻ വളരെ ടൂറായിരുന്നു, ഒഫീഷ്യൽ ടൂറായിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റാറ്റസൊക്കെ നോക്കുന്നവർക്കറിയാം. അപ്പോൾ ഞാൻ ഇന്നലെയാണ് തിരിച്ചു വന്നത് വീട്ടിലേക്ക്. അതുകൊണ്ട് തന്നെ ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംസാരിക്കാൻ പറ്റാത്തൊരു നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ ഞാനിത് ഇന്ന് ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. രാവിലെ തന്നെ ബാരിക്കയുടെ ഒരു വിഷമം, ബാരിക്കയുടെ ഒരു മുൻകൂർ ജാമ്യം, ഒരു വോയിസ് കിട്ടി. ബാരിക്ക പറയുന്നത് ആരും അവിവേകമൊന്നും കാണിക്കരുത്. നമ്മുടെ കമ്പനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ കമ്പനിയുടെ അപ്പീൽ തള്ളിക്കളഞ്ഞാലും ആരും ആത്മഹത്യയൊന്നും ചെയ്യരുത്. നമുക്ക് സുപ്രീം കോടതിയിൽ പോകാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ക്ലെയിം പെറ്റീഷൻ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ബാരിക്ക പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ബാരിക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു. ബാരിക്കൊക്കെ പണ്ടൊക്കെ മനസ്സിലായത് തന്നെയാണ്. പക്ഷേ എങ്കിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമുക്ക് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ ബാരിക്കിനെക്കാട്ടി ഒരുപാട് ആൾക്കാർ പണം ഉണ്ടാക്കിയ ആൾക്കാർ വന്നിട്ട് പറയുമ്പോൾ ബാരിക്ക ചിലപ്പോൾ പെട്ടുപോയതായിരിക്കാം. കോടിക്കണക്കിന് ഉണ്ടാക്കിയ ആൾക്കാർ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ സൊസൈറ്റിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മളൊക്കെ ആദ്യം മുതൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഇത് കോടിക്കണക്കിന് ഉണ്ടാക്കിയ ആൾക്കാരാണ് ഇതിൻ്റെ തലപ്പത്ത്, അവരാണ് ഇതിൻ്റെയൊക്കെ ഫണ്ടിങ്ങൊക്കെ നടത്തുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് സൊസൈറ്റി. അവരുടെ സ്വത്തുക്കൾ, അവരുടെ സമ്പാദ്യം നഷ്ടപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ അത് വർഷങ്ങളോളം അത് കേസ് എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകാനുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു സൊസൈറ്റി നിർബാധം അവിടെയും ഇവിടെയൊക്കെ കേസ് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് 11:30 കൂടി തന്നെ നമ്മുടെ ഡൽഹിയിൽ നിന്ന് വരുന്ന വക്കീൽ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ആദ്യം പറയാനുള്ളത് എന്ന് പറയുന്നത്, ഇവരുടെ ഇത് വെറും ഒരു റീഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു റീഇഷ്യൂ എന്ന് പറയുന്ന സംഭവങ്ങൾ ഇല്ല എന്നുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. 4 പോയിൻ്റാണ് ഇവർക്ക് വാദിക്കാനുള്ളത് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റാണ് വളരെ രസകരം. രണ്ടാമത്തെ പോയിൻ്റ് ഇവർ പറയുന്നത്, ഇവർ ബഡ്സിൻ്റെ പരിധിയിൽ വരില്ല എന്നുള്ളതാണ്. അത് പറഞ്ഞപ്പോൾ തന്നെ ജഡ്ജ് ഇടപെട്ടു. എന്തുകൊണ്ട് ഇവരുടെ ആദ്യത്തെ അപ്പീലിൽ നിങ്ങൾ ബഡ്സിൻ്റെ പരിധിയിൽ വരില്ല? നിങ്ങൾ ആദ്യത്തെ അപ്പീലിൽ പറഞ്ഞിരിക്കുന്നത് 72 ഡേയ്സ് കഴിഞ്ഞു, അതുകൊണ്ട് ഇത് തള്ളിക്കളയണം, അല്ലാണ്ട് നമ്മുടെ ബഡ്സിൽ വരാത്ത കമ്പനിയാണ് എന്നുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വളരെ പടിപ്പെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രമിച്ച്, അപ്പോൾ അവസാനം പറയാണ്, ഇത് പണ്ടത്തെ അപ്പീലല്ല സർ, പണ്ടത്തെ പ്രൊസീഡിങ്സ് അല്ല സർ, ഇതൊരു ഫ്രഷ് പ്രൊസീഡിങ്സ് ആണ്. ഫ്രഷ് പ്രൊസീഡിങ്സ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് രണ്ടാമത്തെ അപ്പീലും ഫ്രഷായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ജഡ്ജി ചോദിച്ചത്, അപ്പോൾ നിങ്ങൾ ഇത്രയും അരമണിക്കൂറോളം വാദിച്ചത് ഇത് ഫ്രഷ് പ്രൊസീഡിങ്സ് അല്ല, നിങ്ങളുടെ വെറും ഒരു റീഇഷ്യൂ ആണ്, നട്ടപ്പാതിരിക്ക് റീഇഷ്യൂ ആണ് ചെയ്തത് എന്നാണ് നിങ്ങൾ ഈ അരമണിക്കൂറോളം വാദിച്ചത്. എന്നിട്ട് നിങ്ങൾ ഇപ്പം പറയുന്നു അതൊരു ഫ്രഷ് പ്രൊസീഡിങ്സ് ആണ് എന്ന്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ വാദത്തിനെ എതിർക്കുകയല്ലേ രണ്ടാമത്തെ വാദങ്ങൾ കൊണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത് എന്തായാലും നിങ്ങൾ അവസാനം ജഡ്ജി പറഞ്ഞു, സമയം കളയണ്ട, നിങ്ങൾ പറഞ്ഞോ, ഞാൻ എന്തായാലും ഇത് ഈ കേസിൽ ആയിട്ട് പരിഗണിക്കില്ല, എന്തായാലും നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞിട്ട് പോയിക്കോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ പറയുന്നത് ഒരു പ്രൈം മെമ്പറാണ്, ഇത് 10,000 വാങ്ങി എന്ന് സുപ്രീം കോടതി എഴുതി കൊടുത്തത് ഒരു പണിയാണ്. അപ്പോൾ എന്തായാലും 10,000 വാങ്ങിയിട്ടുണ്ട്. 10,000 എന്തിനാണ് 10,000 വാങ്ങിയത് എന്നത്, സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് 10,000 വാങ്ങിയെന്നാണ് പറയുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയൊക്കെയാണ് നമ്മുടെ കമ്പനി. അപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒന്നും ഇങ്ങനെ ഇത്രയും 10,000 രൂപയൊക്കെ അഡ്വാൻസ് വാങ്ങിക്കാറുണ്ടോ എന്ന് ചോദിച്ചു.
അപ്പോൾ ഇല്ല അത് നമ്മുടെ പുതിയൊരു കമ്പനിയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരു നമ്മുടെ സൂപ്പർ സ്റ്റോക്കിസ്റ്റാണ്, നമ്മൾ 30% പിന്നെ കിഴിവിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ ഭയങ്കര വില എടുക്കുന്നുണ്ട്, ഡയറക്റ്റ് പിന്നെ ഫാർമേഴ്സിൻ്റെ എടുക്കുന്നു, മാനുഫാക്ചറിൻ്റെ എടുക്കുന്നൊക്കെ സംഭവങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് സൂപ്പർ സ്റ്റോക്ക് ചെയ്ത് പിന്നെ മിഡിൽ മാൻ ഇല്ലാതെ 18 ലെവലിൽ വീതിച്ച് കൊടുത്ത് ഫുൾ ഇൻകം കൊടുത്ത് റോയൽറ്റി കൊടുത്ത് നടക്കുന്ന ഒരു കമ്പനി പറയാണ് നമ്മൾ മിഡിൽ മാൻ ഇല്ലാതെ ഡയറക്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് എന്നൊക്കെയാണ്. നല്ല രസമുണ്ടായിരുന്നു ഇവരുടെ ഈ കളവ് പറയാൻ വേണ്ടിയിട്ട്. എന്തായാലും കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെയാണ്. ഇതൊരു ഹാരി പോട്ടറോ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ഇല്ലാക്കഥ നമ്മളൊരു ഇല്ലാക്കഥയെല്ലാം കേൾക്കുന്ന രീതിയിൽ വേണം ഈ ഒരു കേസിനെ സമീപിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഇതിൽ വരില്ല. നമ്മൾ റെഗുലേറ്റഡ് ഡെപ്പോസിറ്റും സ്വീകരിച്ചിട്ടില്ല, അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റും സ്വീകരിച്ചിട്ടില്ല, നമ്മൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അത് വാദം കഴിഞ്ഞു നമ്മൾ. അപ്പോൾ അതിനിടയ്ക്ക് ജഡ്ജും പറഞ്ഞു, ഇങ്ങനെയുള്ള ഫോളിഷ് സംഭവങ്ങളിലൊന്നും ഞാൻ പൈസ കൊണ്ടിടാറില്ല, ഞാനൊക്കെ സാധനം കൈമ കിട്ടിയാൽ മാത്രമേ ഞാൻ പൈസ കൊടുക്കാറുള്ളൂ, അല്ലാതെ ഈ പോളിംഗവും അല്ലെങ്കിൽ ഇരട്ടി പൈസയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മൂന്നാമത്തത് പിന്നെ ബഡ്സിൻ്റെ കാര്യങ്ങളാണ്. ബഡ്സിൽ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പിന്നെ നിക്ഷേപകരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല, വാഹനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ നമുക്ക് ഈ വാല്യുവേഷൻ നടത്തിയിട്ടില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഈ ബഡ്സ് ആക്ട് വായിക്കൽ, ഓരോ സെക്ഷൻ വായിക്കൽ, അതുപോലെ തന്നെ അത് കഴിഞ്ഞ ശേഷം ഈ PCMC ആക്ടിൻ്റെ സെക്ഷൻ വായിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4 മണിയായപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് എത്ര സമയം വേണ്ടത്, ഇനിയിപ്പോൾ സമയം കൊടുത്തില്ലെങ്കിലും പ്രശ്നമാണല്ലോ. ഇവർ നേരെ സുപ്രീം കോടതിയിൽ പോയിട്ട് പറയും പിന്നെ നമുക്ക് സമയം കിട്ടിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ അങ്ങനെ പറയാൻ മടിക്കാത്തവരാണ് ഇവർ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ട സമയം ചോദിച്ചു എന്ന് പറഞ്ഞു. എനിക്കിനി ഒരു മണിക്കൂറും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ നാളെ കിട്ടുമോയെന്ന് ചോദിച്ചു. നാളെ ഏതായാലും സമയമില്ല, മറ്റ് കേസുകളൊക്കെ ലേറ്റാവും, അതുകൊണ്ട് നമുക്ക് ഏപ്രിൽ 1-ാം തീയതി വിഡ് ദിനത്തിൽ പിന്നെ കേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത് വല്ലാത്തൊരു പിന്നെ കേസ് തന്നെയാണിത്. വളരെ ഇതിനിടയ്ക്ക് ഇവർ കമ്പനിയുടെ ആൾക്കാരെയൊക്കെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജഡ്ജി ഒരു വാക്ക് ചോദിച്ചു, ഇയാൾ പണ്ടും ഇതുപോലെയുള്ള തട്ടിപ്പ് നടത്തി ജയിലിൽ പോയ ആളാണ്. പറഞ്ഞു, അതല്ല, അത് വേറെ കമ്പനിയാണ് സാർ, അത് ഈ കമ്പനിയല്ല സാർ, അത് വേറെ കമ്പനിയാണ്. വേറെ കമ്പനിയാണെങ്കിലും ഡയറക്ടറൊക്കെ ഒന്ന് തന്നെയല്ലേ എന്ന് ചോദിച്ചു. അത് ഡയറക്ടറൊക്കെ ഒന്ന് തന്നെയാണ്, അതിൻ്റെ അപ്പീൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. എന്താണ് അപ്പോൾ കുഞ്ഞാടുകളെ, ഹൈറിച്ചോളികളെ, മണ്ടന്മാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജഡ്ജിന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ജഡ്ജി ഇതിൻ്റെ വിധിന്യായങ്ങളും എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. പിന്നെ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്, ബോണ്ട് ഇറക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ബോണ്ട് ഇറക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ഇതിൽ ബോണ്ട് ഇറക്കാനുള്ള അധികാരം ഇവർക്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഇനി വേറെ RBIയോ അല്ലെ വേറെ ഏതെങ്കിലും സെബിയോ ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇവർക്ക് അതിൻ്റെ അധികാരമുണ്ട്. അപ്പോൾ കമ്പനിയുടെ എക്സ്പാൻഷൻ വേണ്ടിയിട്ട്, ബിസിനസ് എക്സ്പാൻഷനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പിന്നെ ബോണ്ടുകൾ ഇറക്കാൻ പറ്റൂ എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കോമഡി, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ അവസാനിക്കും, അടുത്ത് തന്നെ അവസാനിക്കും. എന്തായാലും ഈ മാർച്ചിൽ തന്നെ ഇത് തീർക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും അത് ഏപ്രിൽ 1-ാം തീയതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മുസ്തഫക്ക പറഞ്ഞിരുന്നത് വെറും 2 മാസം കൊണ്ട് ഞാൻ ഈ കമ്പനി തിരിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. ആ ഒരു 2 മാസം എന്ന് പറയുന്നത് ഫെബ്രുവരി 1-ാം തീയതി തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും
വിചാരിച്ചിരുന്നത് വിഡ്ഢി ദിനത്തിലെ മുസ്തഫക്ക കമ്പനിയെ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. വെറും അടുത്ത വിഡ്ഢി ദിനം കൂടി വന്നിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് വിഡ്ഢികളുള്ള ഒരു കമ്പനിയാണ് ഹൈറിച്ച്. ഒരുപാട് ഇപ്പോഴും വിഡ്ഢികളാക്കപ്പെട്ട വിഡ്ഢികൾ ഉള്ള ഒരു കമ്പനിയാണ് ഹൈറിച്ച്. അവരുടെ കേസ് 1-ാം തീയതി അല്ലെങ്കിൽ പിന്നെ ഏത് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഇതുപോലെ തന്നെ വിഡ്ഢി ദിനത്തിലല്ലാതെ പിന്നെ എപ്പോഴാണ് ഹൈറിച്ചിൻ്റെ കേസ് വാദിക്കേണ്ടത്? എന്തായാലും നമുക്ക് 1-ാം തീയതിയോ 2-ാം തീയതിയോ അല്ലെങ്കിൽ എന്തായാലും വെക്കേഷന് മുമ്പേ തന്നെ കാര്യങ്ങൾ തീരുമാനമാകും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമുക്ക് നിങ്ങളുടെ മനസ്സിലൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടാവും. ഇവരെന്തൊക്കെയാണ് ചെയ്തിരുന്നത്, ഇവരെന്താണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെയാണ്. എന്തായാലും അത് പിന്നെ ഇംപ്ലീഡ് ചെയ്തവരെയും എതിർകക്ഷികളെയും എല്ലാവരെയും കേട്ടതിന് ശേഷം മാത്രമേ വിധി പറയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർക്ക് ചിലപ്പോൾ ഒരു അരമണിക്കൂറോ 1-2 കള്ളാസ് കാണിക്കലോ മാത്രമേ വേണ്ടൂ. എന്തായാലും നമ്മുടെ ഹൈറിച്ചിൻ്റെ രസകരമായ വാദങ്ങൾ ഇന്ന് കഴിഞ്ഞു. പറയാം. ബൈ. ഇന്ന് വീഡിയോ ഇടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോടുള്ള ഒരു കക്ഷി വിളിച്ചിട്ട് എന്താണ് ഇന്നത്തെ ഹൈറിച്ചിൻ്റെ കേസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ നല്ല രീതിയിൽ ചീത്ത പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് ഉണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ എപ്പോഴും നമ്മൾ വിളിച്ച് ചീത്ത പറയുന്നത്, അയാളെപ്പം വിളിക്കും, ഞാൻ ചീത്ത പറയും, അങ്ങനെയാണ്. അപ്പോൾ ഇന്നും അതേ പതിവാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവിലേക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ബൈ.